കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് സ്ത്രീക്ക് പരിക്കേറ്റു. ബസ്സിന് മുന്നിലൂടെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകുക. അജിത്ത്, ഇപ്പോൾ അവരുടെ നില എങ്ങനെയാണ്? ആരോഗ്യനില എങ്ങനെയാണ്? നല്ല പരിക്കേറ്റിട്ടുണ്ടോ? ഇതിപ്പോൾ ബസ് ഡ്രൈവർ സത്യത്തിൽ അയാളുടെ വളരെ മുന്നിലൂടെ നടന്നുകൊണ്ട് കണ്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? അജിത്തെ, വിവരങ്ങൾ എന്താണ്? തിരുനക്കര ബസ് സ്റ്റാൻഡിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അജിത്തെ, വിവരങ്ങൾ എന്താ? അതായത് ഇത്തരത്തിൽ ഒരു പാർട്ട് ടൈം സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ കടന്നു പോകുന്നതിനിടയിലാണ് ബസ് മുന്നിട്ടെടുക്കുകയും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപകടം എങ്ങനെയാണെന്നുള്ളത്. വാഹനത്തിന്റെ അടിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ അന്വേഷിച്ചു കഴിയുമ്പോൾ എത്രമാത്രം പരിക്ക് ഗുരുതരമാണെന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതാണെങ്കിലും അത്യാവശ്യം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അതിൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. ഏതാണെങ്കിലും വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ചികിത്സ ഉൾപ്പെടെ നടത്തി വരികയാണ്. അല്പസമയത്തിനുള്ളിൽ നിൽക്കുന്ന ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകും. സങ്കടമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അത് ഈ ബസ്സിൻ്റെ നടുവിലേക്ക് അവർ നടന്നെത്തിയത് കൊണ്ട് ഈ ടയറുകൾക്കിടയിലേക്കാണ്, ബസ്സിൻ്റെ ഉള്ളിലേക്കാണ് വീണത്. അതുകൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്ന് ആശ്വസിക്കാനുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അവർ വളരെ പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.